ഞാൻ വിദേശത്തു ജോലിയുള്ള ആളായിരുന്നു. എനിക്ക് നാട്ടിൽ വന്ന് എല്ലാവരുടെയും കൂടെ ജോളിയായി നടക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്നും വന്നു. വിദേശത്തു നിന്ന് ഏറെ നാളായില്ല വന്നിട്ട്. ഞാൻ പുറത്തേക്ക് നടന്നു. ചില പരിചയക്കാരെയെല്ലാം കണ്ടു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മണ്ടപോയ കരിമ്പനയുടെ ചോട്ടിൽ വച്ച് എൻ്റെ കളിക്കൂട്ടുകാരിയെ കണ്ടു. കാലം അവശേഷിപ്പിച്ച ഒരു നിധി പോലെ അതിനു മുകളിൽ തത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പാറി കളിക്കുന്നു. അതിലൊരു കിളി മാളത്തിൽ നിന്ന് ഞങ്ങളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എപ്പോഴാണ് ഞങ്ങളുടെ കൊട്ടാരമാകുന്ന ഈ കരിമ്പന മുറിക്കാനുള്ള ആരെങ്കിലുമാണോ എന്ന് ചിന്തിക്കുകയാണെന്ന് തോന്നും. അങ്ങനെ ആ കരിമ്പനയുടെ കാര്യം ഒന്നോർക്കട്ടെ എന്ന് അവളോട് പറഞ്ഞു. ഞാനും എൻ്റെ കൂട്ടുകാരും കളിച്ചിരുന്ന കരിമ്പനയുടെ ചുവട്ടിലെത്തി. ഞങ്ങളുടെ ഒപ്പം ഈ കൂട്ടുകാരികളും ഉണ്ടായിരുന്നു. ഈ കരിമ്പനയുടെ വീടിനടുത്തുള്ളതായിരുന്നു ഞങ്ങളുടെ വീട്. സന്ധ്യയാകുമ്പോൾ അവിടെ കളിക്കണ്ട എന്ന് മുത്തശ്ശി പറഞ്ഞിരുന്നു. അതിൻ്റെ മുകളിൽ യക്ഷിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ വലുതായപ്പോൾ 3 നേരവും കരിമ്പനയുടെ ചുവട്ടിൽ തന്നെയായിരുന്നു സമ്മേളിച്ചിരുന്നത്. എൻ്റെ കൂട്ടുകാരിയെ ഈ കരിമ്പനയുടെ ചുവട്ടിൽ വെച്ച് തന്നെ കണ്ടിരിക്കുന്നു. അത്ഭുതം! ഇതിനെല്ലാം സാക്ഷിയായി കരിമ്പനയും. അവളുടെ അടുത്തുള്ള തോട്ടിൽ നിന്നും കുളി കഴിഞ്ഞു വരികയായിരുന്നു. 2 കുട്ടികളുമുണ്ട്. എന്നെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു ആഹ്ലാദം. എനിക്കും അവളോട് ഞാൻ കുശലാന്വേഷണം നടത്തി. അവളുടെ ജീവിതത്തിലെ പരാധീനതകൾ എന്നോട് മൊഴിഞ്ഞപ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പോക്കറ്റിലുള്ള പൈസ എല്ലാം കൊടുത്തു. എന്നിട്ട് ഞാൻ കുറച്ചു ദൂരത്തുള്ള കുന്നിൻ മുകളിലേക്ക് കൈ ചൂണ്ടി. നമ്മളെല്ലാം അവിടെ പോയിരുന്നത് ഓർക്കുന്നുണ്ടോ? ഉണ്ടെന്ന് അവളും പറഞ്ഞു. ഞാവൽപ്പഴം പൊട്ടിക്കാനും കശുമാങ്ങയും കണ്ണിമാങ്ങയും ഒക്കെ പറിക്കുവാനും പുല്ലരിയുവാനും അങ്ങനെ എന്തെല്ലാം ഓർമ്മകൾ അല്ലേ? അങ്ങനെ ആ പോയ കാലത്തിൻ്റെ മങ്ങിയ നിറമുള്ള കാഴ്ചകൾ ഞങ്ങൾ മനസ്സിൽ കണ്ടു. വേറെയും മനസ്സിൽ പല കാര്യങ്ങളും മിന്നിത്തെളിയുന്നു. ഞങ്ങൾ സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ നേരെ ചോറോ ചായയോ കുടിച്ച ശേഷം നേരെ കുളത്തിൽ പോയി തോർത്തുമുണ്ട് കൊണ്ട് പരൽമീൻ പിടിച്ച് ചേമ്പിൻതാളുകൾക്കിടയിൽ നിന്നും പോവാതെ പാറക്കല്ലുകൾക്കിടയിൽ ആ ചേമ്പിൻതാള് വച്ചിരുന്നു. പിന്നെ ഒരു കൂട്ടം കുട്ടികൾ അവിടെ വരാത്ത കുട്ടികൾക്ക് വേണ്ടി കൂവുന്നു. അപ്പോൾ മറുകൂവൽ കൂവിക്കൊണ്ട് അവരും വന്നു. എന്നിട്ട് കുളത്തിൽ ചാടി മറിഞ്ഞ് തലകുത്തി മറിഞ്ഞ് കളിച്ച ഒരു ഓർമ്മയും കൂടി ബാക്കി. ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് ചോദിച്ചു, കുന്നിൻ മുകളിലേക്കുള്ള വഴി എവിടെയാ? അവൾ പറഞ്ഞു, അതാ ആ കാണുന്ന പഞ്ചായത്ത് റോഡിൻ്റെ കുന്നിൻ്റെ അടിവാരം വരെ പോകും. അവിടെ ഓണക്കാലത്ത് പൂവിറക്കാൻ പോയത് ഓർമ്മ വരുന്നുണ്ടോ എന്നവൾ ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ആ ഓർമ്മകളൊക്കെ കളയുകയാണ് ഭംഗി. അവൾ ചിരിച്ചു. ആ ചിരിക്ക് ഇപ്പോഴും പൈസ കൊടുക്കണം. നമ്മുടെ കുന്നിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ ആർക്കും അങ്ങനെ പോകാനൊന്നും പറ്റില്ല. അത് എല്ലാവരുടെയും കയ്യിലാണ്. എല്ലാവരും അത് സ്ലാബ് മതിൽ വെച്ചും കമ്പിവേലി വെച്ചും വളപ്പാക്കിയിരിക്കുന്നു. ഞാൻ വ്യസനത്തോടെ പറഞ്ഞു. നമ്മുടെ കുട്ടികൾക്കെല്ലാം കുന്നിൻ്റെ ഒരറ്റത്തു നിന്നും ഒരറ്റത്തേക്ക് നടക്കുവാനുള്ള ഭാഗ്യം അപ്പോൾ ഇല്ലാതായിപ്പോയല്ലോ. അതിൻ്റെ മുകളിലിരുന്ന് സൂര്യാസ്തമനം കാണാനും കഴിയില്ലല്ലോ. നമ്മുടെ കുന്നിൻ്റെ ഒരറ്റം തലതിരിയമ്പാറയും ഒരറ്റം നരിമടയും ചോലയുമാണ്. തലതിരിയമ്പാറയുടെ ഒരു സൈഡ് വെട്ടിലിരുന്നാൽ ഒരു വലിയ ചെയറുപോലെ ലോകം മുഴുവനും അവിടെ ഇരുന്ന് കാണാം. ഇപ്പോൾ തലതിരിയമ്പാറയുമില്ല, നരിമടയുമില്ല. ഗുഹയെല്ലാം ക്വാറിയായിരിക്കുന്നു. നരിമട ചെങ്കൽ ക്വാറിയും തലതിരിയമ്പാറ കരിങ്കൽ ക്വാറിയും. ഇപ്പോഴും ചോല കാട്ടരുവി പോലെ ഈ കുന്നിൻ്റെ കണ്ണീരായി മാറിയിരിക്കുന്നു. കണ്ണീർ ചോലയായിരിക്കുന്നു. ഇതുകൂടി കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, മരുഭൂമിയിൽ എവിടേക്ക് പോയാലും ആരും ചോദിക്കുകയില്ല. ഇവിടെ താൽക്കാലികമായി പൈസയ്ക്ക് വേണ്ടി ആർത്തികൊണ്ട് എല്ലാം തകർത്ത് നശിപ്പിക്കുന്നു. ഇങ്ങനെ ഞാൻ ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ആ തത്തകൾ എന്തോ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു. അവളുടെ നൊമ്പരത്തോടെ ഉള്ള യാത്ര പറഞ്ഞു. ഞാനും അവിടുന്ന് പോയിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ
നഷ്ടപ്രതാപത്തോടെ നിൽക്കുന്ന എൻ്റെ സ്വന്തം കരിമ്പന.